ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോഡൽ എക്സാം ആണ്. ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് നമ്മൾ ചെയ്യുന്നത്. 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 2 മണിക്കൂറാണ് സമയം. സാമൂഹ്യ ശാസ്ത്രമാണ് ചെയ്യാൻ പോകുന്നത്. ഇത് മലയാളം മീഡിയത്തിൻ്റെയാണ്. മലയാളം ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സയൻസ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യുക. ചെയ്തതിന് ശേഷം മാത്രം ആൻസർ കീ ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി അങ്ങനെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെക്ഷൻ എ 5 മാർക്ക് വീതം വരുന്ന 5 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്. ആദ്യ ചോദ്യം, മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ചത് ഡാഷ് ഗ്രന്ഥത്തിലാണ്. രണ്ടാമത്തെ ചോദ്യം, ലൈസിയം എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചത് ആര്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രി ആരാണ്? 4, രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്ന ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിന്റെ ചുമതലയാണ്? 5, വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങൾ ഈ ഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ആ സെക്ഷൻ എയിലെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ചെയ്യുക. 5ഉം ചെയ്ത ഒരാൾക്ക് 5 മാർക്കായിരിക്കും. അടുത്തത് സെക്ഷൻ ബി, 2 മാർക്ക് വീതം വരുന്ന 5 ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ഏതെങ്കിലും 2 പൊതു സവിശേഷതകൾ എഴുതുക. 2, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം, ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം. 3, രണ്ടാം നഗരവൽക്കരണം എന്നാൽ എന്ത്? 4, ഗ്രീക്ക് തത്വചിന്തകരുടെ പേരെഴുതുക. 5, പ്രാചീന ശിലായുഗ സവിശേഷതകൾ എഴുതുക. സെക്ഷൻ സി ആണ്. ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 5 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ്. ഇതിൻ്റെ 5ഉം എഴുതിയ ഒരാൾക്ക് 20 മാർക്കായിരിക്കും ലഭിക്കുക. പട്ടിക പൂർത്തിയാക്കുക. സംസ്കാരം, നദികൾ, മെസപ്പൊട്ടാമിയൻ, ഈജിപ്ഷ്യൻ, ഹാരപ്പൻ, ചൈനീസ്. ഏത് നദികളുടെ തീരത്താണ് ഈ സംസ്കാരം ഉത്ഭവിച്ചതെന്ന് എഴുതണം. രണ്ടാമത്തെ ചോദ്യം, ഗ്രീസിൽ നിലനിന്നിരുന്ന പ്രധാന നഗരരാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? മൂന്നാമത്തെ ചോദ്യം, ഗവൺമെന്റിന്റെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? 4, മഗധയുടെ വളർച്ചയ്ക്ക് സഹായകമായ ഘടകങ്ങൾ എന്തെല്ലാം? 5, ഹാരപ്പൻ സംസ്കാരം തകർന്നതിന്റെ 4 കാരണങ്ങൾ എഴുതുക. ഇനി സെക്ഷൻ ഡിയിൽ നമ്മൾ 2 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യന് 5 മാർക്കാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യനല്ല, 2 ക്വസ്റ്റ്യനും കൂടെ 5 മാർക്ക്. ആദ്യത്തെ ചോദ്യത്തിന് 2 മാർക്ക്, രണ്ടാമത്തെ ചോദ്യത്തിന് 3 മാർക്കാണ്. ആദ്യ ചോദ്യം, ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ രേഖപ്പെടുത്തുക എന്നാണ്. ഈ ഒരു മാപ്പിലാണ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഇതിൽ നമുക്ക് ഹാരപ്പൻ സംസ്കാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, മനുഷ്യ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എഴുതുക എന്നാണ്. നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ഈ ബോക്സ് ആണ്. പ്രിമേറ്റുകൾ തന്നിട്ടുണ്ട്, സസ്തിനികളിൽ ഒരു വിഭാഗമാണ്. അടുത്ത ബോക്സ് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഹൊമിനിഡുകൾ തന്നിട്ടുണ്ട്, ഇരുകാലിൽ നടത്തും. അടുത്ത 2 ബോക്സും നിങ്ങൾ ഫില്ല് ചെയ്യണം. താഴത്തെ 2 ബോക്സും നിങ്ങൾ ഫില്ല് ചെയ്യണം. ഹോമോ ഇറക്ടസ്, നിവർന്നു നിൽക്കുന്ന മനുഷ്യർ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇതിന് ശേഷം മാത്രം, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എന്തിലേക്ക് പോവുക? ആൻസർ കീയിലേക്ക് പോവുക. നമുക്ക് ആൻസർ കീ നോക്കാം. സെക്ഷൻ എയിലെ ആൻസേഴ്സ് ആണ്. ആദ്യത്തെ ആൻസർ, ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. 2, അരിസ്റ്റോട്ടിൽ. 3, കൗഡില്യൻ, ചാണക്യൻ. അയാളുടെ തന്നെ വേറെ പേരാണ് കേട്ടോ, ചാണക്യൻ. 4, നിയമനിർമ്മാണ വിഭാഗം. 5, പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ. സെക്ഷൻ ബിയിലെ ആൻസേഴ്സ് ആണ്. 1, അഹിംസ, കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക. 2, ഇന്ത്യ, വത്തിക്കാൻ സിറ്റി. 3, സമീപ പ്രദേശങ്ങളെ, ജനപദങ്ങളെ കീഴടക്കിയ പ്രബലമായ ജനപദങ്ങൾ മഹാജനപദങ്ങളായി പരിണമിച്ചു. മഹാജനപദങ്ങളുടെ കാലം ഇന്ത്യയിലെ 2ാം നഗരവൽക്കരണം എന്നറിയപ്പെടുന്നു. 4ാമത്തെ അതിൻ്റെ ആൻസർ, സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ. 5, ശിലായുഗത്തിലെ ആദ്യഘട്ടം പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി ശേഖരണവും വേട്ടയാടലും ഉപജീവനമാക്കി. സെക്ഷൻ സിയിലെ ആൻസേഴ്സ് ആണ്. നമ്മൾ സംസ്കാരങ്ങൾ തന്നിരുന്നു, നദികൾ എഴുതാനായിരുന്നു നിങ്ങളോട് ചോദിച്ചത്. മെസപ്പൊട്ടാമിയൻ യൂഫ്രട്ടീസ് ടൈഗ്രസ് നദിയാണ്. ഈജിപ്ഷ്യൻ നൈൽ നദി, ഹാരപ്പൻ സിന്ധു നദി, ചൈനീസ് ഹൊയാങ്ഹോ നദി. രണ്ടാമത്തതിൻ്റെ ആൻസർ, കൊറിന്ത്, തീബ്സ്, ഏതൻസ്, സ്പാർട്ട.
മൂന്നാമത്തെ ആൻസർ രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുക, ക്രമസമാധാനം ഉറപ്പുവരുത്തുക, നിയമവാഴ്ച, പ്രതിരോധം, വിദേശ ബന്ധങ്ങൾ, റോഡുകൾ കൈകാര്യം ചെയ്യുക. നാലാമത്തതിന്റെ ആൻസർ ശക്തമായ ഭരണാധികാരികളും സൈന്യവും, ഗംഗയും പോഷക നദികളുടെയും സാമീപ്യം, കാർഷിക മേഖലയിലും വാണിജ്യ രംഗത്തും ഉണ്ടായ പുരോഗതി, ഇരുമ്പയിരിന്റെ സാന്നിധ്യം, ഇരുമ്പായുധങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും. 5 കാലാവസ്ഥാ വ്യതിയാനം, നിരന്തരമായി ഉണ്ടായ പ്രളയം, വനനശീകരണം, ഭൂമിയുടെ അമിതമായ ഉപയോഗം. ഇനി നമ്മളുടെ സെക്ഷൻ ഡിയിൽ വരുന്ന നമ്മളുടെ ആൻസേഴ്സ് ആണ്. ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട 4 കേന്ദ്രങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്യണം. ഒന്ന് ഹാരപ്പ, മൊഹൻജദാരോ, കാലിബംഗൻ, ലോത്തൽ. ഇത് 4 മാർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക്, അതിൽ 2 മാർക്കാണ്, 2 മാർക്കും കിട്ടുള്ളൂ കേട്ടോ. 1 മാത്രമേ എഴുതിയവർക്ക് അര മാർക്കേ ഉണ്ടാവുള്ളൂ. ഓരോന്നിനും അര വെച്ചിട്ട് കണക്കാക്കുക. അടുത്തത് നമ്മളിതാണ് പ്രിമേറ്റുകൾ, ഹോമിനോയിഡുകൾ, ഹോമിനിഡുകൾ, ആസ്ട്രാലോപിത്തക്കസ്, ഹോമോ. അതുപോലെ തന്നെ ഹോമോ മൂന്നായി തിരിച്ചിട്ടുണ്ട്. ഹോമോ ഹെബിലസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. ഇത്രയും എഴുതിയാൽ മാത്രമായിരിക്കും 3 മാർക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരിക. ഇതിൽ നമ്മൾ പ്രിമേറ്റുകൾ സസ്തനികളിൽ ഒരു വിഭാഗം എന്ന് എഴുതിയിട്ടുണ്ട്. ഹോമിനോയിഡുകൾ 4 കാലിൽ നടത്തം, പിന്നെ ഹോമിനിഡുകൾ 2 കാലിൽ നടത്തം, പിന്നെ ഹോമിനിഡുകൾ 2ആയി, ആസ്ട്രാലോപിത്തക്കസും ഹോമോയുമായി. ഹോമോ ഹോമോ ഹെബിലിസ് ഉപകരണ നിർമ്മാതാക്കളായിരുന്നു. ഹോമോ ഇറക്ടസ് നിവർന്നു നിൽക്കുന്ന മനുഷ്യരാണ്. ഹോമോ സാപ്പിയൻസ് ബുദ്ധിയുള്ള മനുഷ്യർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40 മാർക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കി എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ എഴുതുക. ഉത്തരങ്ങൾ എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എത്ര മാർക്കാണ് നേടാൻ പറ്റിയതെന്ന് നോക്കുക. കംപ്ലീറ്റ് എഴുതിയതിന് ശേഷം മാത്രം ആൻസർ ചെക്ക് ചെയ്യുക കേട്ടോ. എക്സാം എഴുതുന്ന പോലെ തന്നെ എഴുതി നോക്കുക, എങ്കിൽ മാത്രമായിരിക്കും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ എക്സാം എഴുതുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ മറ്റ് സബ്ജക്റ്റുകളുടെ മോഡൽ എക്സാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്കിലൂടെ അറിയിക്കണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കാൻ നിങ്ങളുടെ അതിലൊരു ബെൽ ബട്ടൺ കാണും. ഇതുപോലത്തെ ഒരു ബെൽ ബട്ടൺ കാണുന്നുണ്ടാവും. ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം, അതൊന്ന് ഇനാബിൾ ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ആവശ്യം ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ വേണം, നിങ്ങളുടെ കമൻറ്റുകൾ അങ്ങനെയുള്ളതൊക്കെ ഞങ്ങളെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളിടുന്ന പോസ്റ്റിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.